ഹലോ കിലോ ഇപ്പത്തിലേക്ക് സ്വാഗതം. കിലോ നമ്മുടെ പ്രസംഗണ്ണൻ മനസ്സിലായി, അങ്ങനെ പറഞ്ഞാൽ അറിയുന്നറിയില്ല. അലിൻ ജോസ് പെരേര മനസ്സിലായില്ല. അലിൻ ജോസ് പെരേര നമ്മുടെ എന്താ വെച്ചാൽ തിയേറ്ററിലൊക്കെ പോയിട്ട് റിവ്യൂ പറയുന്നതും പിന്നെ അങ്ങനെ കുറേ എന്താ വെച്ചാൽ ആൾ ഭയങ്കര ഫേമസ് ആണ്. കിലോ മൊത്തത്തിൽ പറഞ്ഞു ആൾ ഭയങ്കര ഫേമസ് ആണ്. ആളുടെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുമ്പോൾ സ്റ്റോറിയും പിന്നെ പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് 2 ദിവസമായിട്ട് ഫുള്ള് കരച്ചിലില്ല. എന്തോ പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച മുമ്പ് ആളുടെ ഒരു ആൽബം ഇറങ്ങിയിട്ടുണ്ട്. ആൽബത്തിൻ്റെ പേരെന്ന് പറയില്ല, ആൽബം ഷോർട്ട് ഫിലിം ആണെന്ന് അറിയില്ല, അങ്ങനെ ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ആൾക്കാണെങ്കിലും ഫുള്ള് യൂട്യൂബിൽ മറ്റേ ഇൻസ്റ്റയിൽ പിന്നെ ബന്ധുക്കാരൊക്കെ കൂടി ആൾ പറയുന്നത് അതാണ് കേട്ടല്ലേ. എന്താ വെച്ചാൽ എവിടെ ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി, എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് തെറി കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മോശപ്പെട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ആളിനൊരു പറച്ചിലവേ. എന്നാൽ ആൾ പറയാൻ കേട്ടത് കേട്ടല്ലേ. എന്താ സംഭവിച്ചു ഈ ഷോർട്ട് ഫിലിം ഇറങ്ങിയ ശേഷമാണെന്നൊക്കെ പറഞ്ഞു കേട്ടത്, നമുക്കറിയില്ല കേട്ടല്ലേ കറക്റ്റായിട്ട്. ആളുടെ കാര്യം ഒരു വീഡിയോ ഇല്ല, അത് സാഡ് ആക്കിയിട്ട് സത്യം പറയാം. നമ്മൾ അത്രയും കാലം ചിരിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തി പെട്ടെന്ന് കരഞ്ഞപ്പോൾ നമുക്ക് സാഡ് ആയിട്ടല്ലേ. ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. എനിക്ക് പേടിയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല, അത്രക്ക് നാട്ടിച്ച് കിടക്കുകയാണ് കേസ്. ബന്ധുക്കള് വരെ എന്നെ പറ്റി മോശമായിട്ട് വാട്സാപ്പ് സ്റ്റാറ്റസൊക്കെയാണ്. നമ്മുടെ കയ്യിൽ ഒരു ബാങ്ക് ബാലൻസും ഇല്ല, കോടിക്കണക്കിന് രൂപയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ റിവ്യൂ പറഞ്ഞിട്ട്. അപ്പാട് അന്നൊന്ന് ജീവിക്കാൻ പറയാൻ പറ്റില്ല. അന്നത് എന്റെ ആയിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾക്ക് മാത്രം, പേഴ്സണൽ പറഞ്ഞ ഫുഡ് ആൻഡ് ട്രാവലിംഗിന് മാത്രമുള്ള പൈസ മാത്രമേ ഈ റിവ്യൂത്തും എനിക്ക് കിട്ടിയിട്ടുള്ളൂ. കോടികളൊന്നും കിട്ടിയിട്ടില്ല. കോടികൾ കിട്ടിയെങ്കിൽ ഞാൻ ഫ്ലാറ്റും വിലപിടിപ്പുള്ള കാറും വിലപിടിപ്പുള്ള മൊബൈൽ ഫോണൊക്കെ മേടിച്ചാല്. എന്റെ അപ്പനമ്മയുടെ അവതാരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതിലെനിക്ക് പറയാൻ നാണക്കേടില്ല. ലോകത്തെ മൊത്തം അപമാനിക്കുകയാണ് ഇപ്പൊ എന്നെ. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആൾക്കാർ നാറ്റിക്കുകയാണ് ഒരു പെൺവിഷയത്തിന്. എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു, അത് പീഡിപ്പിക്കാനല്ല, ഒന്ന് ഡാൻസ് കളിക്കാനും ഒന്ന് അഭിനയിക്കാനും. ആഗ്രഹത്തിന് വേണ്ടി ഞാൻ പലതും സാക്രിഫൈസ് ചെയ്ത് പലതും തരണം ചെയ്ത് ഞാൻ ജീവിച്ചു. ആ ഷോർട്ട് ഫിലിം പൂർത്തിയായി, അത് ഇറങ്ങിയ ശേഷം എനിക്കെതിരെ മൂവ്മെന്റ് നടത്തും, വേറെ നായകനെ കൊണ്ടുവന്ന നിനക്കെതിരെ പീഡന കേസ് കൊടുക്കുമെന്നാണ് പറഞ്ഞതാ. അതുപോലെ തന്നെ കേസ് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. എന്താവെന്നറിയാൻ പാടില്ല, വാർത്ത വരെ വന്ന് കർമ്മനോസ്. ഇനി മെയിൻ സ്ട്രീം ആയിട്ടുള്ള മനോരമയും അമൃത ന്യൂസ്, പിന്നെന്താ കൈരളി ന്യൂസ്, ഏഷ്യാൻ ന്യൂസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സംഭവം കൈവിട്ടു പോകും. നമ്മളെ ഒരാളുടെ പേരിലാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ബ്രൈറ്റ്, അഭിലാഷ് ആട്ടയം, സന്തോഷ് വർക്കി, അങ്ങനെ പലരുടെ പേര് പറയുന്നുണ്ട്. സന്തോഷ് വർക്കി എന്നെ പറ്റിയും കുറ്റം പറയുന്നുണ്ട്. കാല് മാറി പുള്ളിനെ പറ്റി ഇന്നലെ ന്യൂസ് ഇടുന്നു പറഞ്ഞപ്പോ എന്നെ പറ്റി പിടിപ്പിച്ചെന്ന് പറഞ്ഞ വാർത്ത പുള്ളി പറയണം. നാളെയില്ല ആർക്കെണ്ണം തനിക്ക് എന്തൊരു നടന്മാരെ പറ്റി കുറ്റം പറയാം, എന്നെ പറ്റി പറയണതിനാണ്. അപ്പൊ അതാണ് ഇല്ലടല്ലേ എന്താ ചോദിച്ചാൽ പ്രസംഗം കരിഞ്ഞ് പിരിഞ്ഞ് പറഞ്ഞത്. എന്താ ചോദിച്ചാൽ ഞാൻ ഒരു ഷോർട്ട് ഫിലിം ആയിട്ടില്ല, ആൽബം ഷോർട്ട് ഫിലിമാണ്. അത് ഇറങ്ങിയ ശേഷം ഫുള്ള് പ്രശ്നങ്ങളാണ്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കേസ് കൊടുത്തു, സോഷ്യൽ മീഡിയ വഴിയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെയാണെങ്കിൽ ഫുള്ള് പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം മനസ്സിലായില്ല. ആളിപ്പോൾ കരഞ്ഞിരിക്കാൻ ഇല്ലട, എന്താ ചെയ്യുക. നമുക്കും കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. എന്താ വെച്ചാൽ ആ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടെന്നില്ല, പക്ഷെ അതിൻ്റെ സീന് കുറച്ച് പാട്ടൊക്കെ നമുക്ക് പാർട്ട്സൊക്കെ മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് കളിക്കുന്നതും ഇതൊക്കെ അഡൾട്ട് പറയാനല്ല, അങ്ങനെയല്ല, അങ്ങനെ പറയാനൊന്നും മോശമായിട്ടൊന്നും ഇല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ആളും പറയുന്നില്ലല്ലോ എനിക്ക് അഭിനയിക്കണം, ഡാൻസ് കളിക്കാമെന്ന് മോഹമായിട്ടാണ് ഇതൊക്കെ ചെയ്തത്. സ്വാഭാവികമായും ആൾക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്, അപ്പോൾ അത് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ ട്രോളൊക്കെ കുഴപ്പമില്ല. ഇപ്പോൾ ഒരാളെ കുറിച്ച് ട്രോൾ എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ലാത്ത പരിപാടിയാണ്. പക്ഷേ അത്രയ്ക്കും പിന്നെ മോശമായിട്ടൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമാണ്. പണ്ട് കാര്യമില്ല, ആൾ തന്നെ പറഞ്ഞു ഞാൻ അച്ഛനമ്മയുടെ ചിലയിലൊക്കെ ജീവിക്കണമെന്നൊക്കെ പണ്ട്. അത് പറയാൻ മടി നടന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും പറയുന്നുണ്ട്. കാര്യമില്ല, എന്തായാലും ആളുടെ ഈ ഒരു പ്രശ്നമൊക്കെ മാറട്ടെ. എന്ന് ചോദിച്ചാൽ പിന്നെ ഒരു കാര്യം ഉണ്ടെങ്കിലല്ലോ, ഒരു പ്രശ്നം വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് സ്വീകരിക്കുന്ന പോലെ ഉണ്ടാവും. മനസ്സിലായി, ഇപ്പോൾ ചെറിയ പ്രശ്നമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഒരു പ്രശ്നം വന്നു, അത് നമ്മൾ ചെറുതായിട്ട് എടുത്താലും വലുതായിട്ട് ഏറ്റെടുത്താലും നമ്മൾ സ്വീകരിക്കുന്ന പോലെ ഉണ്ടാവും കേട്ടല്ലോ. അതെനിക്ക് അലിൻ ജോസ് പെരേര ചേട്ടനോട് പറയാനുള്ളൂ. അപ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയില്ല, നാല് വീഡിയോസ് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് കേട്ടോ. പെട്ടെന്ന് ഞാൻ നോക്കുന്ന സമയത്ത് ഇങ്ങനെ സംഭവിച്ചു. പക്ഷെ എന്താ പറയാനാ, കുഴപ്പമില്ല, എന്തായാലും ഓക്കെ ആവട്ടെ, ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവട്ടെ, നമുക്ക് പറയുന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ.